ഈയിടെയായി നമ്മളെല്ലാവരും ഫോട്ടോകൾ എടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺസ് വന്നത് മുതൽ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമ്മൾ ഫോട്ടോ ആക്കി മാറ്റുന്നു, സേവ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇതൊരു പ്രോസസ്സായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലമുമില്ല. എന്നാൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം അവയെ മറ്റുള്ളവർ ലൈക്ക് ചെയ്യുക കൂടി വേണം. ഇനി മറ്റുള്ളവർക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ആരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുക? അത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പോൾ എൻ്റെ സന്തോഷം മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എൻ്റെ സന്തോഷങ്ങൾ മറ്റുള്ളവരുടെ അപ്രൂവലിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇതിലും നല്ലത് നമ്മൾ കാണുന്ന ഓരോ ദൃശ്യങ്ങളെയും സ്വയം ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം അത് അവിടെ അവസാനിപ്പിക്കുന്നതല്ലേ. ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കുന്നു, സേവ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് മറ്റാരൊക്കെയോ അതിനെ ലൈക്ക് ചെയ്യാനായി കാത്തിരിക്കുന്നു. ഇനി അവർ അതിനെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ, അങ്ങനെ വളരെ സിമ്പിളായ ഒരു കാര്യം കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സീനുകളെയും സ്വയം ആസ്വദിക്കുക. നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. ആളുകൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരുടെയും ഫോട്ടോകൾ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ലൈക്ക് ചെയ്തില്ലെങ്കിൽ പോസ്റ്റ് ചെയ്തവർക്ക് ദേഷ്യം വരുമെന്ന് അവർക്ക് നേരത്തെ അറിയാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാം. എന്തെന്നാൽ ജീവിതത്തിലെ ഓരോ സീനുകളിലും ഒരു ഊർജം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ സീനിൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഫോട്ടോയിൽ എന്താണ് കാണപ്പെടുക? ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ ഈ ഹാളിൽ കുറേ ആളുകൾ ഇരിക്കുന്നതായി കാണാം. അതിൽ സ്പെഷ്യലായി എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഒന്നുമില്ല. യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഈ ഊർജത്തെ അനുഭവം ചെയ്യുന്നുണ്ട്. ഈ റൂമിൽ ഒരു എനർജി സൃഷ്ടിക്കുന്നുണ്ട്. എനർജിയെ നമ്മൾ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ ഈ റൂമിനെ ഊർജം നിറഞ്ഞതാക്കി മാറ്റുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ഊർജത്തെ മുഴുവൻ ലോകത്തേക്ക് വ്യാപിക്കുന്നു. ഒരു ഫോട്ടോന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വീഡിയോയ്ക്കും ഇതൊന്നും ചെയ്യാനാവില്ല. അവയിൽ ചിത്രങ്ങളും വാക്കുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വൈബ്രേഷൻസ് ഉണ്ടാകില്ല. എന്നാൽ ഇപ്പോൾ വളരെയധികം കാര്യങ്ങൾ ഫോണിലൂടെയും ക്യാമറയിലൂടെയും മാത്രമാണ് നടക്കുന്നത്. ഇതും ഒരു സംസ്കാരമാണ്. ഇതൊരു ശീലമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ആയിരുന്ന പല കാര്യങ്ങളും ഇന്ന് വളരെ കൃത്രിമത്വം നിറഞ്ഞതായി മാറി. എല്ലാ കാര്യങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായി മാറി. ഫോട്ടോ എടുക്കുന്നത് നല്ലതാണ്. എന്നാൽ ഫോട്ടോകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ ശ്രദ്ധയോടെ നിൽക്കേണ്ടി വരുന്നു. കാരണം ഫോട്ടോ നന്നായി വന്നില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹം ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരിക്കുന്നു. ചിലർ മറ്റെന്തൊക്കെയോ ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ എല്ലാവരും കണ്ടാൽ എന്താണ് പറയുക? നിങ്ങൾ ഫോട്ടോയിൽ ശരിക്കല്ല ഇരുന്നത്, നിങ്ങൾ നന്നായി പോസ്റ്റ് ചെയ്തില്ല, അങ്ങനെയുള്ള പല കമൻസും ഉണ്ടാകും. അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റായി നിൽക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്നു. വെറും ഒരു ഫോട്ടോവിന് വേണ്ടി മാത്രം നമ്മൾ ഇത്രയധികം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, മുഴുവൻ ദിവസവും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലോ? മുഴുവൻ ദിവസവും ഓരോ നിമിഷവും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ആ ഫോട്ടോ ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ എഡിറ്റ് ചെയ്യാനും സാധിക്കില്ല. ആ ഫോട്ടോ എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മൾ സൃഷ്ടിക്കുന്ന ഓരോ ചിന്തകളും ഓരോ സീനുകളും നമ്മുടെ ഓരോ ഫീലിങ്സും ആത്മാവിൽ റെക്കോർഡായി കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. ഞാൻ ശരിയായ രീതിയിൽ ചിന്തിക്കണം, ഞാൻ ഓരോരുത്തരെക്കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് ആർക്കും കാണാനാവില്ല. അല്ലേ? ശരിയല്ലേ? ചിന്തകൾ ആർക്കും കാണാനാവില്ല. ഒരു ഫോട്ടോയിൽ നന്നായി വരാൻ നമ്മൾ കൊടുക്കുന്ന അതേ ശ്രദ്ധ നമ്മൾ ഇവിടെ നൽകുകയാണെങ്കിൽ നമ്മുടെ എല്ലാ നെഗറ്റീവായ സംസ്കാരങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ പുഞ്ചിരിച്ച് പോസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അത് എല്ലാവരും കാണുന്നതാണ്. ഇനി ഞാൻ മനസ്സില്ലെങ്കിലും ആരെയെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ
അത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുമെങ്കിൽ പിന്നെ പിന്നീട് എന്ത് സംഭവിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വിമർശനങ്ങളിൽ പകുതിയോളം അപ്പോൾ തന്നെ ഇല്ലാതാകും, അല്ലേ? നമ്മുടെ വാക്കുകളും പെരുമാറ്റങ്ങളും മാത്രമാണ് മറ്റുള്ളവർ കാണുന്നത് എന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്തകളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ കഴിയില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എത്ര തന്നെ നന്നായി മറ്റുള്ളവരുമായി ഇടപഴകിയാലും നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. ഇപ്പോൾ ഇവിടെ, അതായത് മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് ഉണ്ടാവുക? മനസ്സ് അഴുക്ക് നിറഞ്ഞതായി മാറാൻ തുടങ്ങുന്നു. മാലിന്യം നിറഞ്ഞ മനസ്സിലെ ശക്തികൾക്ക് എന്താണ് സംഭവിക്കുക? ശക്തികൾ ക്ഷയിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഉള്ളിലെ ശക്തികൾ എത്രത്തോളം നഷ്ടമാകുന്നുവോ അത്രത്തോളം നമ്മുടെ ശരിയല്ലാത്ത ശീലങ്ങളും സ്വഭാവങ്ങളും നമ്മെ വളരെ കൂടുതൽ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമുക്ക് അത്തരം ശീലങ്ങളും സ്വഭാവങ്ങളും സുഖം നൽകുന്നില്ല. അങ്ങനെ അവ വൈകാരികമായ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നു. ഇങ്ങനെയുള്ള പല ഇമോഷണൽ ഇൽനെസ്സും ഉണ്ട്. അവ ഒരിക്കലും നമ്മളെ സുഖമായും സ്വസ്ഥമായും കഴിയാൻ അനുവദിക്കില്ല. ആരാണ് ഇത്തരം അസുഖങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത്? ആരാണ് ഇത്തരം മാനസികമായ അസുഖങ്ങളുടെയെല്ലാം ക്രിയേറ്റർ? അതെ, നമ്മൾ തന്നെയാണ് ഇവ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ മറ്റൊരാളോട് അല്പം മോശമായി എന്തെങ്കിലും ഒന്ന് പറയുന്നു എന്ന് കരുതുക. ഇതൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ 2 പേരുണ്ട്. അവരുടെ പെരുമാറ്റങ്ങൾക്കും ഈ സിറ്റുവേഷനിൽ പങ്കുണ്ട്. ഇതെല്ലാം പുറമേയുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ ഒരു ചിന്ത ക്രിയേറ്റ് ചെയ്യുന്നു. ആ ചിന്ത ഒരു ഫീലിംഗ് ആയി മാറുന്നു. അതിനുശേഷം ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. ഓക്കെ, സിറ്റുവേഷൻ ഉണ്ടായത് പുറമെയാണ്, എന്നാൽ മനസ്സിൽ നിന്നും പലതും സൃഷ്ടിക്കപ്പെടുന്നു. ഇനി ഇവിടെ നിന്നും എന്താണ് സൃഷ്ടിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? എന്ത് സൃഷ്ടിക്കണം എന്നത് ആരുടെ ചോയ്സാണ്? എൻ്റെ ചോയ്സ്, അല്ലേ? എൻ്റെ ചോയ്സ് അവരെ ആശ്രയിച്ചാണോ ഉള്ളത്? അല്ല. എൻ്റെ ചിന്തകൾ സാഹചര്യങ്ങളെ ആശ്രയിച്ചാണോ ഉള്ളത്? എൻ്റെ ചിന്തകളും വിചാരങ്ങളും പുറം ലോകത്തെ സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതോ അവ എൻ്റെ ചോയ്സ് അനുസരിച്ചാണോ നടക്കുന്നത്? യെസ്, അതെ. എല്ലായ്പ്പോഴും അങ്ങനെയാണോ? എല്ലാവരിലും അങ്ങനെ തന്നെയാണോ? നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുക, അതാണ് വേണ്ടത്. ഇനി താങ്കളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒരു ഉദാഹരണം പറയൂ. ഒരേ ഒരു ഉദാഹരണം പറയൂ. ഓക്കെ, ബട്ട് വിഷമിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോന്നായി പറയാൻ കഴിയില്ല, അല്ലേ? വളരെ വളരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് താങ്കൾ ഒരു നല്ല അമ്മയല്ല എന്ന് മക്കൾ പറഞ്ഞു. ശരി, താങ്കൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മളൊരു ഫാമിലിയാണ്, അല്ലേ? താങ്കൾ ധരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് തീരെ ഭംഗിയില്ല. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് എൻ്റെ ചിന്താഗതിയാണ്. ഞാൻ പറഞ്ഞത് മോശമായി തോന്നിയോ? അതെന്താണ് നിങ്ങൾക്ക് വിഷമമുണ്ടാവാതിരുന്നത്? ഞാൻ 200ഓളം ആളുകളുടെ മുന്നിൽ വെച്ചാണ് താങ്കളുടെ ഡ്രസ്സ് തീരെ ഭംഗിയില്ല, നല്ലതല്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വിഷമമായില്ല, കാരണം ഡ്രസ്സ് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ശരി, താങ്കളുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായില്ല എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെയാണ്. ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു ഷോൾ നല്ലതല്ല എന്ന് പറഞ്ഞാൽ പോലും വിഷമിക്കുന്നവരുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ പറ്റാത്തവരുണ്ട്. എനിക്കിവരുടെ ഡ്രസ്സ് ഇഷ്ടമായില്ല, ഞാനത് തുറന്നു പറഞ്ഞത് ശരിയാണോ? ആണോ? യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ശരിക്കും ആ ഡ്രസ്സ് ഇഷ്ടമായില്ല. എനിക്കിഷ്ടമായില്ല, അതുകൊണ്ടാണ് ഞാൻ അത് തുറന്നു പറഞ്ഞത്. യഥാർത്ഥമായ കാര്യം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ? നിങ്ങളിൽ എത്ര പേർ ഈ സ്വാതന്ത്ര്യം എനിക്ക് തരുന്നുണ്ട് എന്ന് പറയൂ. നിങ്ങളിൽ 20% പേർ മാത്രമേ ഞാൻ പറഞ്ഞത് ശരിവെക്കുന്നുള്ളൂ. നോക്കൂ, ഇവരുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ഇത് എൻ്റെ ടേസ്റ്റ്, എൻ്റെ താല്പര്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എൻ്റെ മൂഡിനെയും എൻ്റെ ചോയ്സിനെയുമാണ് കാണിക്കുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
ഞാൻ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, അല്ലേ? നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ചോയ്സാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ പുറമേയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റ് എടുക്കാം. ലൈക്ക് നമ്മളിടുന്ന വസ്ത്രങ്ങൾ, ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലികൾ. നമുക്ക് ഇഷ്ടപ്പെടുന്നവയും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമുക്കും നമ്മുടെ കുടുംബത്തിനും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. മറ്റുള്ളവർ എൻ്റെ തീരുമാനങ്ങളെയും ഇഷ്ടങ്ങളെയും അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും ഒരു വളരെ വലിയ സംസ്കാരമാണ്. എല്ലാവരും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ എപ്പോഴും അഭിനന്ദിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ ചെയ്ത ഈ കാര്യം വളരെ നല്ലതാണ്. ഇങ്ങനത്തെ പ്രശംസ കേൾക്കാനുള്ള ആഗ്രഹവും ഒരു തരം ഡീപ്പ് അഡിക്ഷനാണ്. ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് വിഷമമാകുന്നു. അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞു ഇത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്ന്, അല്ലേ? നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല. നോ പ്രോബ്ലം, ഞാനത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. ആക്ച്വലി നമുക്കൊരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആരൊക്കെയാണ് കൂടെ കൊണ്ടുപോകാറുള്ളത്? ആരൊക്കെയാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറയുക, അവരെ മാത്രം. നോക്കൂ, നമ്മൾ വളരെ സിമ്പിളായ കാര്യങ്ങളെപ്പോലും കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോയി നമുക്ക് വേണ്ടി വാങ്ങിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എന്നിട്ട് എല്ലാവരും അത് ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ ശരിയാവും? ഓരോരുത്തർക്കും വേറെ വേറെ ഇഷ്ടങ്ങളാണ് ഉള്ളത്. ഈ പൂക്കളെ നോക്കൂ. എല്ലാവരും ഇവയെ ഇഷ്ടപ്പെടുമോ? വേണമെന്നില്ല. പല കളറിലുള്ള കുറേ പൂക്കൾ ഒന്നിച്ചു വെച്ചിരിക്കുന്നു. ഒന്ന് മഞ്ഞ, ഒന്ന് വെള്ള, പിങ്ക്, റെഡ്. ആരെങ്കിലും ഇങ്ങനെ ഒരു ബൊക്കെ ഉണ്ടാക്കുമോ? പറയൂ. ഇത് എൻ്റെ ചോയ്സാണ്. ഞാനിത് ഇഷ്ടപ്പെട്ടിരിക്കണം എന്നുണ്ടോ? ഞാൻ ഈ പൂക്കളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധിക്കാനാവുമോ? ആരാണോ ഇവ വാങ്ങിയത് അവർക്കിത് വളരെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആരുടെ സംസ്കാരങ്ങൾ അനുസരിച്ചുള്ളതാണ്? നമ്മുടെ. ഈ പൂക്കൾ വാങ്ങിയ ആള് അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം അനുസരിച്ചാണ് വാങ്ങിയത്, അവരുടെ സംസ്കാരം അനുസരിച്ച്. അത് ശരിയാണ്. എന്നാൽ മുഴുവൻ ലോകവും ഈ ബൊക്കയെ പ്രശംസിക്കണം എന്ന് പ്രതീക്ഷിക്കരുത്. വളരെ നല്ല ബൊക്കെ, വളരെ നല്ല ബൊക്കെ എന്ന് പറയുമെന്ന് ആഗ്രഹിക്കരുത്. ഇത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും. അത് നമുക്ക് വിഷമമുണ്ടാക്കും. നമുക്ക് സ്വയം റെസ്പെക്റ്റ് നൽകാം. ഇത് എൻ്റെ ചോയ്സ് ആയിരുന്നു, എനിക്കിത് ഇഷ്ടമായി, ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഐ ഡിഡ് മൈ ബെസ്റ്റ്. എന്നാൽ മുഴുവൻ ലോകവും ഞാൻ ചെയ്യുന്നതൊക്കെ ബെസ്റ്റാണ് എന്ന് പറയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ലോകം ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നത് അവരുടെ സംസ്കാരം അനുസരിച്ചാണ്. ചിലർക്ക് ഈ ബൊക്കെ വളരെ ഇഷ്ടപ്പെടും, ചിലർക്ക് കുറച്ച് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയേ ഇല്ല. എന്നാൽ മറ്റു ചിലർക്ക് ഇതൊരു വേസ്റ്റ് ആണെന്നും തോന്നാം. ഇത് ഓരോരുത്തരുടെയും സംസ്കാരങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. ശരി, ഇനി ഈ പൂക്കളെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അനുസരിച്ച് ഭംഗിയുള്ളതും വാടിയതുമൊക്കെയായി മാറാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ മുഖവും പലരുടെയും അഭിപ്രായങ്ങൾ അതെല്ലാം അനുസരിച്ച് മാറാൻ പാടില്ല. പൂക്കൾ തങ്ങളുടെ ആത്മാഭിമാനത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നു. ദിസ് ഇസ് ഹൂ ഐ എം. ഞാൻ ഇംപ്രൂവ് ആകാൻ റെഡി അല്ല എന്നൊന്നുമല്ല. ഞാൻ എന്നിൽ പല മാറ്റങ്ങളും വരുത്താം. എന്നാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ചോയ്സിനെയും നിങ്ങളുടെ സംസ്കാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ സംസാരം അവരുടെ ചോയ്സിനെയും അവരുടെ സംസ്കാരത്തെയുമാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെ സത്യസന്ധനായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഓക്കെ? എന്നാൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന 5 പേർ നിങ്ങളെപ്പോലെ സത്യസന്ധരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ ധാരാളം കുറ്റങ്ങളും കണ്ടെത്താനാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ സത്യസന്ധതയുടെ സംസ്കാരത്തെ കളയുമോ? ഒരിക്കലുമില്ല. വസ്ത്രങ്ങളുടെയും വസ്തുക്കളുടെയും കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറൊരു സീനിലേക്ക് പോകാം. ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, യു ആർ നോട്ട് നൈസ്, താങ്കൾ ഒരു നല്ല വ്യക്തിയല്ല. അപ്പോൾ താങ്കൾ എന്താണ് ചെയ്യുക? അവർ താങ്കൾ ഒരു നല്ല വ്യക്തിയല്ല എന്നാണ് പറയുന്നത്. ഇത് ആരുടെ സംസ്കാരങ്ങളെയാണ് തുറന്നു കാണിക്കുന്നത്? അവരുടെ. യെസ്, അതെ, നിങ്ങളെല്ലാവരും വളരെ നന്നായി ആൻസർ പറഞ്ഞു. ബന്ധങ്ങൾ ഏതുമാകട്ടെ, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ, വെവ്വേറെ ആളുകൾ, പിന്നെ പലതരം മനസ്ഥിതികൾ.
ഇത് ഓർമ്മ വയ്ക്കണം. നിങ്ങളൊരു നല്ല പാരൻ്റ് അല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, നിങ്ങളൊരു നല്ല അമ്മയല്ല എന്ന് പറയുകയാണെങ്കിൽ, ആദ്യം തന്നെ അത് പേഴ്സണലായി എടുക്കരുത്. നമ്മൾ ഈ കമൻ്റ് ഉള്ളിലേക്ക് എടുക്കുന്ന ആ നിമിഷം, എന്നെ അങ്ങനെ പറഞ്ഞു, ഞാനൊരു നല്ല അമ്മയല്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ മറുഭാഗത്തുള്ള, അതായത് ഓപ്പോസിറ്റുള്ള ആളുടെ എല്ലാ നെഗറ്റീവ് എനർജിയെയും സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടെ ഞാൻ വിഷമിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന ഒരു അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് എങ്ങനെയുള്ള എനർജിയാണ് റേഡിയേറ്റ് ചെയ്യുക? എങ്ങനെയാണ് റേഡിയേറ്റ് ചെയ്യുക? അതെ, വിഷമത്തിൻ്റെ എനർജി, പെയിനിൻ്റെ എനർജി. കുട്ടിയാകെ ഒരു ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ. കുട്ടിക്ക് ആ സമയത്ത് അതാണ് സത്യമെന്ന് തോന്നി, അത് പറഞ്ഞു, എൻ്റെ അമ്മ ഒരു നല്ല അമ്മയല്ല. ഇത് കുട്ടിയുടെ ആ സമയത്തെ മാനസികാവസ്ഥയെ, അതായത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ആശ്രയിച്ച് വന്ന ഒരു പരാമർശം മാത്രമാണ്. എന്നാൽ ഇത് കേട്ട് അമ്മ അപ്സെറ്റ് ആവുകയാണെങ്കിൽ അമ്മയുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താകുന്നു? അതെ, മനസ്സിൻ്റെ അവസ്ഥ താഴാൻ തുടങ്ങുന്നു, ഡൗൺ ആകുന്നു. അമ്മ, അതായത് ഒരു പാരൻറ്റ് അല്ലെങ്കിൽ ഒരു സീനിയറായ ആൾ ഇമോഷണലായി ഡൗൺ ആകുമ്പോൾ ആ നെഗറ്റീവ് എനർജി മുഴുവനും എവിടേക്കാണ് എത്തിച്ചേരുന്നത്? കുട്ടിയിലേക്ക്. ഇനി മാതാപിതാക്കൾ കുട്ടികളിലേക്ക് നെഗറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെപ്പറ്റി ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ റോൾ അവരെ സാന്ത്വനപ്പെടുത്തുക എന്നതാണ്. അവരെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ കടമ. കുട്ടികളെ സാന്ത്വനപ്പെടുത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ ഇമോഷണൽ ഇൻഫെക്ഷൻസിനെ, അസ്വസ്ഥമായ മനോവികാരങ്ങളെ സ്വീകരിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ മാനസിക വിഷമങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആദ്യം അവർ വിഷമത്തിലായിരുന്നു, ഇപ്പോൾ നമ്മളും കൂടി ആ അവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മളിൽ നിന്നും അവർക്ക് എന്താണ് പോകുന്നത്? വിഷമം, നെഗറ്റീവ് എനർജി. ഈ നെഗറ്റീവ് എനർജി അവരിലേക്ക് പോകുന്നു. അപ്പോൾ അവരുടെ വിഷമങ്ങൾ വർദ്ധിക്കുന്നു. അവരുടെ വിഷമങ്ങൾ കൂടുതലാവുമ്പോൾ ഇനി 1 മാസം കഴിഞ്ഞാൽ അവർ പറയും, യു ആർ എ ഹൊറിബിൾ മദർ, നിങ്ങൾ വളരെ വളരെ മോശമായ ഒരു അമ്മയാണ് എന്ന് പറയാൻ തുടങ്ങും. കാരണം അവരിലെ വേദനകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യം യു ആർ നോട്ട് എ ഗുഡ് മദർ എന്ന് കേട്ട നിങ്ങൾക്ക് യു ആർ എ ഹൊറിബിൾ മദർ എന്ന് കേട്ടാൽ വിഷമം കൂടുതലാവുകയാണ് ചെയ്യുന്നത്. എൻ്റെ വിഷമം അധികമാകുമ്പോൾ അത് അവരിലേക്ക് എത്തുന്നു. വീണ്ടും വീണ്ടും അമ്മയും കുട്ടിയും പരസ്പരം വിഷമത്തിൻ്റെ എനർജികൾ, ഈ നെഗറ്റീവ് എനർജി മാത്രമാണ് കൈമാറുന്നത്. 1 മാസത്തിന് ശേഷം കുട്ടി പറയാൻ തുടങ്ങും, നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും മോശമായ അമ്മയാണ്. കാര്യങ്ങൾ ഇങ്ങനെ മാറാൻ തുടങ്ങുമ്പോൾ ഓർക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ ചുമതല നമുക്ക് കൂടിയുള്ളതാണ്. കാരണം നമ്മൾ വിഷമങ്ങളെ സ്വീകരിക്കുന്നു, കൂടുതൽ വിഷമിക്കുന്നു. ആ വിഷമത്തെ ആദ്യമേ തന്നെ വിഷമിച്ചു നിൽക്കുന്ന ഒരു കുടുംബാംഗത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. നിങ്ങളൊരു നല്ല അമ്മയല്ല എന്നൊരു കുട്ടി പറയുമ്പോൾ അത് സന്തോഷമായ മാനസികാവസ്ഥയിലല്ല പറയുന്നത്. കുട്ടി കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയായിപ്പോയി. ഇത്തരം വാചകങ്ങൾ കേൾക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ റോൾ എന്താണ് എന്ന് ചിന്തിക്കണം. ഇവിടെ എൻ്റെ കടമ എന്താണ്? ഒരാൾ പറഞ്ഞു നിങ്ങളൊരു നല്ല അമ്മയല്ല, മറ്റൊരാൾ നിങ്ങളൊരു നല്ല സീനിയർ അല്ല. അങ്ങനെ പലരും പലതും പറയും. ഏറ്റവും ആദ്യം ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ ചിന്ത, അവരെന്നെക്കുറിച്ചല്ല പറയുന്നത്, അവർ അവരുടെ ഇപ്പോഴത്തെ മാനസിക നില, മാനസിക നിലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ബൊക്കയിലുള്ള പൂക്കളെക്കുറിച്ച് കൂടി ഓർമ്മിക്കുക.